During dictation, Rajesh omits certain words and letters. He is not able to maintain the gap between letters and lines. Which learning disability does the child experience? എൻട്രിയുടെ മറ്റൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്ററ്റ്, സെറ്റ്, അതുപോലെ LP, UP എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ പോവാം. ആദ്യമായിട്ട് എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതുപോലുള്ളൊരു പ്രീവിയസ് ചോദ്യം നമുക്ക് പരിചയപ്പെടാം. In Maslow's hierarchy of needs, the needs found just before love and belongingness needs. Maslow's hierarchy of needs, the needs found just before love and belonging needs ഏതാണെന്നാണ് ചോദ്യം. A. Physiological and esteem needs. Physiological and esteem needs. B. Safety needs, esteem needs. C. Safety needs, physiological needs. D. Esteem needs, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഈ ഒരു കോഡിലൂടെയാണ് നമ്മളിന്ന് മാസ്ലോൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഹൈറാർക്കി ഓഫ് ലേണിങ്ങും അതുപോലെ ഹൈറാർക്കി ഓഫ് നീഡ്സും ഒക്കെ ഓർഡർ തെറ്റിച്ചിട്ടൊക്കെ തരും അല്ലേ? അപ്പം മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്. അപ്പോൾ ഒരു നീഡ്സിൽ ഓരോ ഹൈറാർക്കി ഫുൾഫിൽ ചെയ്ത് ലാസ്റ്റാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ആത്മസാക്ഷാത്കാരത്തിലെത്തുന്നത് അല്ലേ? അപ്പോൾ ഈ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് എന്തിനു തൊട്ട് മുന്നായിട്ടാണ് വരുന്നത് എന്നാണ് ഈ ഒരു ചോദ്യം അർത്ഥമാക്കുന്നത്. ഇൻ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, the needs found just before love and belonging needs are A. Physiological, esteem, safety, esteem needs, safety needs, physiological needs, esteem and self actualization. അപ്പോൾ നമുക്ക് മാസ്ലോൻ്റെ ഹൈറാർക്കി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി വരും അല്ലേ? ഫസ്റ്റ് വരുന്നത് ഏത് നീഡാണ്? ഫിസിയോളജിക്കൽ നീഡാണ് അല്ലേ? ഫിസിയോളജിക്കൽ നീഡാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വരുന്നത് സേഫ്റ്റി നീഡാണ്. ഫിസിയോളജിക്കൽ നീഡ് ഒരു പേഴ്സൺ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡ് എന്ന് പറയുന്നത് സേഫ്റ്റി നീഡാണ്. ഈ ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡുകളും സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം മാസ്ലോൻ്റെ അഭിപ്രായത്തിൽ അടുത്തതായിട്ട് ഒരു ഇൻഡിവിജ്വൽ പോകുന്നത് ഏതൊരു നീഡിലേക്കാണ്? ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ് അല്ലേ? ആ ഒരു നീഡാണ് അടുത്തതായിട്ട് പോകുന്നത്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡിലേക്കാണ് പോകുന്നത്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. അതിനൊക്കെ ശേഷമാണ് എസ്റ്റീം നീഡ്സിലേക്ക് പോകുന്നത്. അതിനൊക്കെ ശേഷം ഏത് നീഡിലോട്ടാണ് പോകുന്നത്? എസ്റ്റീം നീഡ്സിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, അതുപോലെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം പോകുന്ന അവസാനത്തെ നീഡാണ് മാസ്ലോൻ്റെ അഭിപ്രായത്തിൽ, മാസ്ലോൻ്റെ ഹൈറാർക്കിയിലെ ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. സാക്ഷാത്കാരത്തിലേക്കുള്ള നീഡ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചതിന് ശേഷം ലാസ്റ്റ് നിൽക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിലാണ്, സെൽഫ് ആക്ച്വലൈസേഷനിലാണ് എന്നാണ് മാസ്ലോൻ്റെ ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം ഇപ്പോൾ ഇതിലെ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, നമുക്കൊരു കഥ പോലെ പഠിക്കാം. ഒരു കഥ പോലെ പഠിക്കുകയാണെങ്കിൽ എന്താണ്? ഇപ്പോൾ മാസ്ലോ അത്യാവശ്യം മാസമായിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞ കുട്ടിയല്ല, ഒരു പയ്യനാണ് നിങ്ങളുടെ ഓർക്കുക കേട്ടോ. അവന് PSC ഒക്കെ പഠിച്ച് എൻട്രിയിൽ തന്നെയാണ് പഠിച്ചത് കേട്ടോ. എൻട്രിയിൽ PSC ഒക്കെ പഠിച്ച് അവന് ഫോഴ്സിലെ കോഴ്സുകളിലാണ് അവനിവിടെ അഡ്മിഷൻ എടുത്തത്. അത് പഠിച്ച് അവന് ജോലിയൊക്കെ കിട്ടി. അപ്പോൾ അത്രയും നാൾ അവനിങ്ങനെ അവനൊരു കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. ആ കുട്ടിയോട് ഇങ്ങനെ എപ്പോഴും ഇഷ്ടമൊക്കെ പറയും, പക്ഷെ കുട്ടി മൈൻഡ് ചെയ്തില്ല. നിനക്കൊരു ജോലിയും കൂലിയൊന്നുമില്ല, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. കഴിഞ്ഞിട്ട് വന്നിട്ട് ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ അവന് വാശിയായി. അവൻ എൻട്രിയുടെ കോഴ്സിൽ ചേർന്നു. അവൻ പഠിച്ചു. അവന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി കിട്ടിയത്. അപ്പോൾ തൃശ്ശൂരായിരുന്നു ട്രെയിനിങ് കേട്ടോ. അവൻ്റെ പേരാണ്
അവൻ്റെ പേര് മാസ്ലോയാണ്. അവൻ്റെ പാരൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട പേരാണ്. അവൻ അത്യാവശ്യം മാസമാണ്, അതുകൊണ്ട് തന്നെ മാസ്ലോ എന്ന പേരാണ് ഇട്ടത്. അപ്പോൾ ഈ മാസ്ലോ പഠിച്ച് ജോലി കയറി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ജോലിയൊക്കെ വാങ്ങിച്ചവൻ ആ കുട്ടിയുടെ അടുത്ത്, കുട്ടിയുടെ പേര് നയൻതാര. ഓക്കെ, അപ്പോൾ നയൻതാരയുടെ അടുത്ത് ചെല്ലുവാണ്. നയൻതാരയുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും അവതരിപ്പിക്കും. അപ്പോൾ എങ്ങനെ കാലങ്ങൾക്ക് ശേഷം ജോലിയൊക്കെ കിട്ടിയല്ലേ, നിവർത്തി നിൽക്കുക, ആരുടെ മുന്നിൽ തല ഒഴിക്കേണ്ടതില്ല, സ്വന്തമായിട്ട് അല്ലേ സേഫായി ഒരു ഇൻകമായി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. PS ആണ് അല്ലേ. PS ആയതുകൊണ്ട് തന്നെ അവൻ്റെ ലവ് അവൻ പറയുകയാണ് കേട്ടോ, ലവ് അവൻ പറയുകയാണ്. അപ്പോൾ ഇത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് ആണെന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ നയൻതാര എന്ത് പറയാണ്, ലാസ്റ്റ് എസ് പറയാണ് കേട്ടോ, എസ് പറയാണ്. ഈ എസ് എന്ന് വായിക്കുക കേട്ടോ. കഷ്ടപ്പാടാണ്, പക്ഷേ ഇത് ഒറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി, പിന്നെ നിങ്ങൾ മറക്കില്ല. ഈ നീഡ്സ് എവിടെ നിന്ന് ചോദ്യം വന്നാലും തെറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിന് വേറെ കോഡുകളൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് മനസ്സിലൊന്ന് ഇരുത്തി പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഈ നീഡുകൾ എങ്ങനെ മാറ്റി മറിച്ചും ചോദിച്ചാലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ നീഡുകൾ പഠിക്കുക. PS ലവ് എസ്. ഓക്കെ, PS ലവ് എസ്. അപ്പോൾ ഈ കഥ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡിൽ ഇനി ഏതാണ് ജസ്റ്റ് ബിഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സിൽ വരുന്നത്? ഏതാണ്? ആദ്യം വരുന്ന ഫിസിയോളജിക്കൽ ആണെന്ന് പഠിച്ചു, പിന്നീട് വരുന്നത് സേഫ്റ്റി ആണെന്ന് പഠിച്ചു അല്ലേ, പിന്നീട് വരുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ് ആണെന്ന് പഠിച്ചു, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇത്ര നീഡുകളാണ് മാസ്ലോവിൻ്റെ ഹൈറാർക്കിയിൽ പറയുന്നത്. അപ്പോൾ ഈ സേഫ്റ്റി ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ മുന്നേ കണ്ടിരുന്നല്ലോ. ഇതേനാ സേഫ്റ്റി ആൻഡ് അല്ലേ, ഈ സേഫ്റ്റി ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ മുന്നേ കണ്ടതാ അല്ലേ. ജസ്റ്റ് ബിഫോർ എന്നാണ് ചോദ്യം. ജസ്റ്റ് ബിഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സിൻ്റെ തൊട്ട് മുന്നേ വരുന്നത്. അപ്പോൾ PSന് ലവ് അല്ലേ, ലവ് തോന്നി, ലാസ്റ്റ് എസ് പറയുകയാണ് ഇവിടെ. അപ്പോൾ PS ലവ് എസ്. ഓക്കെ, അപ്പോൾ PSൻ്റെ അവിടെ PS ഫിസിയോളജിക്കൽ സേഫ്റ്റി വന്നു. അപ്പോൾ ലവിൻ്റെ മുന്നേ തൊട്ടുള്ളത് ഏതാണ്? ജസ്റ്റ് ബിഫോർ നീഡ്സ്. ജസ്റ്റ് ബിഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് ആർ സേഫ്റ്റി ആൻഡ് ഫിസിയോളജിക്കൽ. ഓക്കെ ആണല്ലോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡാണെങ്കിൽ കോഡ് ജസ്റ്റ് വിട്ടുകളെ. ഞാനിത് പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കോഡുകളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് ലോ എൻഷുവേഴ്സ് എവറി ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി ഷുഡ് ഗെറ്റ് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ അപ് ടു ദി ഏജ് ഓഫ് 18 years? അപ്പോൾ വിച്ച് ലോ എൻഷുവേഴ്സ് എവറി ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി അല്ല, ഡിസബിലിറ്റി ഉള്ള ഓരോ കുട്ടിക്കും ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമുക്കറിയാമല്ലേ, അത് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം വേറൊരു ആർട്ടിക്കിളാണ് അല്ലേ. അപ്പോൾ ഇതൊരു ഡിസബിലിറ്റി ഉള്ളവർക്ക് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കും അല്ല, അവർക്ക് യോജിച്ച സ്യൂട്ടബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കും 18 years വരെ അല്ലേ. അത് ഉറപ്പാക്കുന്ന ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന ആ ഒരു ഇത് എന്ന് പറയുന്നത് ഏത് ലോയാണ് അത് ഉറപ്പ് നൽകുന്ന ആ ലോ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A. Rehabilitation Council of Act, India Act 1992. B. National Trust Act 1999. C. Mental Health Act 1987. D. Person with Disabilities, PWD Act 1995. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് 18 years വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് സൗജന്യവും സ്യൂട്ടബിളുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? ഏത് നിയമമാണതിൽ? ഇതിലേതാണ്? റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് ആണോ, നാഷണൽ ട്രസ്റ്റ് ആക്ട് ആണോ, മെൻ്റൽ ഹെൽത്ത് ആക്ട് ആണോ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി PWD ആക്ട് ആണോ? ഏതാണ് ആൻസർ? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. ഏത് ആക്ടാണ്? PWD ആക്ട് ആണ്. ഈ ആക്ട് 1995 കേട്ടോ. ഈ ആക്ടിൻ്റെ വർഷം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നുണ്ട്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ആക്റ്റുകളെല്ലാം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് PWD ആക്ട് എന്ന് പറഞ്ഞാൽ 1995 ഈ നിയമപ്രകാരം ഈ ലോ പറയുന്നത് എന്താണ്? 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഡിസബിലിറ്റി നേരിടുന്ന കുട്ടികൾക്ക് അല്ലേ, എന്ത് കൊടുക്കുന്നുണ്ട്? സൗജന്യവുമായും അവർക്ക് സെലക്റ്റീവായിട്ടുള്ള അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രദാനം ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ PWD ആക്ട് മറക്കരുത്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. According to
to Sigmund Freud's theory of structure of mind, superego works as per which principle? അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ അദ്ദേഹം ഓരോന്നായിട്ട് തിരിച്ചിട്ട് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി അദ്ദേഹത്തിൻ്റെ തിയറി നമ്മൾക്കായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സ്ട്രക്ചർ ഓഫ് മൈൻഡിൻ്റെ ആ തിയറിയിൽ പറയുന്ന സൂപ്പർ ഈഗോ ഏത് ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിൾ, അത് വർക്ക്സ് ആസ് പെർ വിച്ച് പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ, ബി പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് പ്രിൻസിപ്പിൾ ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇതെന്ത് പ്രിൻസിപ്പിളാണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ, വിവിധ സ്ട്രക്ചറായിട്ട് മൈൻഡിനെ ഓരോ സ്ട്രക്ചറായിട്ട് മൈൻഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിന് 3 തലങ്ങളുണ്ടെന്ന് അല്ലേ ഫ്രോയിഡ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് മൈൻഡിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്? ഇത് അല്ലേ, ഇത് എന്ന് പറയുന്ന കൺസെപ്റ്റ്. സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വണ്ണാണ് ഇത് ഈഗോ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. ഇത് ഈഗോ, 2 കഴിഞ്ഞു. ഇനി ഏതാണ്? തേർഡ് വണ്ണാണ് സൂപ്പർ ഈഗോ അല്ലേ, സൂപ്പർ ഈഗോ. തേർഡ് വൺ ഏതാണ്? സൂപ്പർ ഈഗോ. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് മൈൻഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ മൈൻഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് പറയുന്ന 3 തലങ്ങളിലാണെന്നും അത് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 സ്ട്രക്ചർ ഓഫ് മൈൻഡ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സ്ട്രക്ചർ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അല്ലേ, ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന 3 ഘടകങ്ങൾ കൊണ്ടാണ് എന്നും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഭംഗിയുള്ള ഒരു സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതിൽ പറയുന്നുണ്ട് എന്താണ്? ഇത് ഈഗോ സൂപ്പർ ഈഗോ. അപ്പം ഇത് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഇത് ഒരു ഇൻഡിവിജ്വലിലെ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ലിബിഡോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ എവിടെയാണ്? ഇതിലാണ് ഇരിക്കുന്നതെന്നും അതുപോലെ ഈഗോ എന്ന് പറയുന്നത് നമ്മളുടെ റിയാലിറ്റിയിൽ നമ്മളെ എപ്പോഴും റിയാലിറ്റിയിൽ നടത്തുന്നത് ഈഗോയാണെന്നും ഈഗോയാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ ഉള്ളത്. അതുപോലെ എപ്പോഴും സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സന്മാർഗികമായിട്ടുള്ള മോറൽ പ്രിൻസിപ്പിൾ അധിഷ്ഠിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യാനും മറ്റൊരാളെ സൊസൈറ്റിയെ ഭയക്കുന്നതും ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും ഒക്കെ ഈ ഒരു സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത് മൊറാലിറ്റി പ്രിൻസിപ്പിൾ അധിഷ്ഠിതമാണെന്നും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചർ ഓഫ് മൈൻഡിൽ ആദ്യം വരുന്നത് ഏതാണ്? ഇതാണ്. അതിനുശേഷമാണ് ഈഗോ, പിന്നീട് വരുന്നത് സൂപ്പർ ഈഗോ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്. അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് മൈൻഡ് സൂപ്പർ ഈഗോ വർക്ക്സ് ആസ് പെർ വിച്ച് പ്രിൻസിപ്പിൾ? ഏത് പ്രിൻസിപ്പിളാണ്? പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ടീച്ചർ യൂസസ് സിനറ്റിക്സ് ബ്രെയിൻസ്റ്റോമിംഗ് ഡ്രമാറ്റൈസേഷൻ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിങ് വിച്ച് എബിലിറ്റി ഓഫ് ദി ചിൽഡ്രൻ? ഇപ്പോൾ ഒരു ടീച്ചർ സിനറ്റിക്സ് ബ്രെയിൻസ്റ്റോമിംഗ് ഡ്രമാറ്റൈസേഷനൊക്കെ ക്ലാസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഏത് എബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. മെറ്റാകോഗ്നീഷൻ ആണോ, ഇൻ്റലിജൻസ് ആണോ, ക്രിയേറ്റിവിറ്റി ആണോ, ആപ്റ്റിറ്റ്യൂഡ് ആണോ? ഒരു നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഒരു കുട്ടിയുടെ ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ എന്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റജീസ് ഒക്കെ? സിനറ്റിക്സ് ആയിക്കോട്ടെ, ബ്രെയിൻ സ്റ്റോമിംഗ് ആയിക്കോട്ടെ, ഡ്രമാറ്റൈസേഷൻ ആയിക്കോട്ടെ, എന്ത് വളർത്താൻ വേണ്ടി ആയിരിക്കും ഒരു ടീച്ചർ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത്, ഈ സ്ട്രാറ്റജീസ് ഒക്കെ? മെറ്റാകോഗ്നീഷൻ എന്ന് പറയുന്നത് അതീത ചിന്തയെ അതീത ചിന്ത എന്ന് വെച്ചാൽ എന്താ? തിങ്ക് ബിയോണ്ട് അവർ തിങ്കിങ് അല്ലേ, നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട് ചിന്തിക്കുന്നതിനെയാണ് മെറ്റാകോഗ്നീഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇൻ്റലിജൻസിൻ്റെ ആണോ, ഇൻ്റലിജൻസ് ആണോ ഇവിടെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ക്രിയേറ്റിവിറ്റി ആണോ, ആപ്റ്റിറ്റ്യൂഡ് ആണോ? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് ആൻസർ? ക്രിയേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എന്തിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നത് ക്രിയേറ്റിവിറ്റി
എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സിനറ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിങ്, ഡ്രമാറ്റൈസേഷൻ, ഈ പറയുന്ന എല്ലാ സ്ട്രാറ്റജീസും അല്ലെ ഒരു ഡ്രമാറ്റൈസേഷൻ നടത്തുന്നതിലൂടെ, ഒരു മാക്ബത്തിൻ്റെ ഒരു ഡ്രാമ അവതരിപ്പിക്കുന്നതിലൂടെ ഒക്കെ അല്ലേ എന്താണ് ആ ക്യാരക്ടേഴ്സിനെ ഒക്കെ കൊണ്ടുവരികയും അവിടെ ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങളെ കൊണ്ടുവരികയും അവരിലെ ക്രിയേറ്റിവിറ്റി അല്ലേ ഓരോ ക്രിയേറ്റിവിറ്റിയുമാണ് അവിടെ എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇനി പാർട്ടിസിപ്പേറ്റ് ഇൻ ക്ലബ് ആക്ടിവിറ്റീസ് അറ്റ് സ്കൂൾ, visiting hospitals and orphanages etc. are activities related to which aspect of multiple intelligence? മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് മാറി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. ഏത് പരീക്ഷയ്ക്കായിക്കോട്ടെ ഈ ഒരു ചോദ്യം നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ക്ലബ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, അതുപോലെ എന്താണ് സ്കൂളിലോ ക്ലബ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യുക, ഓർഫനേജസ് വിസിറ്റ് ചെയ്യുക. ഈ ആക്ടിവിറ്റീസൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ നടത്തുന്നത് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിലെ ഏത് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നാണ് ഈ ഒരു ചോദ്യം. സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണോ ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത്? നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണോ? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ? ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആണോ? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ സ്പേഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു ഇൻഡിവിജ്വലിന് എന്ത് ഇൻ്റലിജൻസ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്? ഒരു സ്പേസുമായിട്ട് റിലേറ്റഡ് ആണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വീട് വരയ്ക്കാനായിട്ട് ഒരു കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടി ആ വീടിൻ്റെ ഒരു പിക്ചർ മനസ്സിൽ മുന്നേ കൊണ്ടുവന്നതിന് ശേഷം അല്ലേ ആ പിക്ചർ വരയ്ക്കുന്നതിന് മുന്നേ തന്നെ കുട്ടിയുടെ മനസ്സിൽ ആ പിക്ചർ രൂപപ്പെടുകയും ഒരു വീടിന് ഒരു ഡോർ ഉണ്ടാവും, അതിൻ്റെ സൈഡിൽ വിൻഡോസ് ഉണ്ടാകും അല്ലേ, വീടിൻ്റെ എങ്ങനെയായിരിക്കും ആ വീടിൻ്റെ എലവേഷൻ എന്ന് കറക്റ്റായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ കറക്റ്റായിട്ട് ധാരണ വരികയും അതിനനുസരിച്ച് ഇപ്പോൾ ഒരു പേപ്പറിലാണ് കുട്ടി വരയ്ക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാൻവാസിലേക്ക് പകർത്തുന്നുണ്ടെങ്കിൽ അതിൽ കറക്റ്റായിട്ടുള്ള സ്പേസുകൾ അറേഞ്ച് ചെയ്ത് വെക്കാനും എന്ത് കാര്യമായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്പേഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ കൊടുക്കുക, അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഈ സ്പേഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആണ്. നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നേച്ചർ റിലേറ്റഡ് ആണ്. ഇപ്പോൾ കൃഷി ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആൾ, അദ്ദേഹത്തിന് കൃഷിയിലൂടെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും പുതിയ ആധുനിക രീതിയിലുള്ള കൃഷി രീതികളൊക്കെ അവലംബിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിക്കുക. അത് നേച്ചറിനോടുള്ള സ്നേഹമാണ്. ഒരു പൂവ് കണ്ടാൽ ഇഷ്ടപ്പെടുക, ഒരു ചെടിയോട് സ്നേഹം, അങ്ങനെയൊക്കെയുള്ള നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഉള്ളവർക്ക് അങ്ങനത്തെ രീതിയിലായിരിക്കും അവരുടെ കഴിവുകൾ അവർ പ്രകടിപ്പിക്കുക. അതുപോലെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട്. മറ്റുള്ളവരുടെ നീഡ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം, അവരുടെ എന്തൊക്കെയാണ് അവരിലെ കാര്യങ്ങൾ, അവരുടെ ഒരു വിഷമം വരുമ്പോൾ അവരോടൊരു എമ്പതി തോന്നുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയുക, അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ കഴിയുക, ഇതൊക്കെയാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. എന്നാൽ ഈ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവർ എപ്പോഴും മിക്കവാറും തന്നെ എക്സ്ട്രോവേർട്ടുകളായിരിക്കും. കാരണം ഇവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറാനും അവരുടെ നീഡുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെ ഇവർക്ക് കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളിലും ഇവരുടെ ഒരു മികവ് അവർ ആ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസിലൂടെയാണ് ഇവർ തെളിയിക്കാറ്. അതുകൊണ്ട് തന്നെ അവർ നല്ലൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചവരുമായിരിക്കും. അപ്പോൾ അവർ മിക്കവാറും എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ടൈപ്പായിരിക്കും, ഒരു എക്സ്ട്രോവേർട്ടഡ് ടൈപ്പിലേക്കായിരിക്കും ഇവർ പോവുക. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രാ എന്നുള്ള വീടിന് ലുക്ക് വിത്തിൻ എന്നാണ് അർത്ഥം വരിക അല്ലേ, ലുക്ക് വിത്തിൻ. അപ്പോൾ ലുക്ക് വിത്തിൻ എന്ന് നമ്മൾ എവിടെയാണ് അത് പഠിച്ചിട്ടുള്ളത്? ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് പഠിക്കുന്ന സമയത്ത് ഇൻട്രാ എന്ന് പറഞ്ഞാൽ ലുക്ക് വിത്തിൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളിലേക്ക് നോക്കുക, മറ്റുള്ളവരിലേക്കല്ല ഇവിടെ നോക്കുന്നത്. ഈ ഒരു ഇൻ്റലിജൻസ് ഉള്ളവർ സ്വയം, നമ്മൾ സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും സെൽഫിലേക്കാണ് നോക്കുന്നത്, ലുക്ക് വിത്തിൻ. നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മളിലെ കുറവുകൾ എന്താണ്, നമ്മളുടെ കഴിവുകൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവരുടെ കാര്യങ്ങൾ ഇവർ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളവർ മിക്കവാറും ഇവരെപ്പോഴും ഇൻട്രോവേർട്ടുകളായിരിക്കും. കൂടുതലായിട്ട് ഇവർ ഇൻട്രോവേർട്ടുകളായിരിക്കും. ഓക്കെ,
ഇൻട്രോവേർട്ടുകളായിരിക്കും, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവർ. ഇവർ ഒതുങ്ങിക്കൂടി അവരുടെ തന്നെ ലോകത്ത് എപ്പോഴും അവർക്ക് അവരുടേതായ ഒരു സ്പേസ് അവർ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഈ ഇൻ്റലിജൻസ് ഉള്ള ഒരുപാട് ഇവർക്ക് സ്യൂട്ടാവുന്ന ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. എഴുത്തുകാർ ഇങ്ങനെയൊക്കെ വരുന്നവർ, എഴുത്തുകാർക്ക് ഏത് ഇൻ്റലിജൻസ് കൂടി ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടി ഉണ്ട്. ഫിലോസഫേഴ്സ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസ് ഉള്ളവരാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, അവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയിട്ട് അവരെ തിരിച്ചറിയാനും അവരുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക സ്കില്ല് അവർക്ക് ഉണ്ടായിരിക്കും, ആ ഒരു ഇൻ്റലിജൻസ് അവർക്ക് ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഇപ്പോൾ ഇതിൻ്റെ ചോദ്യം എന്താണ്? ക്ലബ് ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് പങ്കെടുക്കുക, ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യുക, അല്ലേ, ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യുക, ഓർഫണേജൊക്കെ വിസിറ്റ് ചെയ്ത് അവിടെയുള്ള മറ്റുള്ളവരുടെ അനാഥരായ കുഞ്ഞുങ്ങളുടെ വിഷമം മനസ്സിലാക്കാനും അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാനൊക്കെ മൈൻഡുള്ളവർ, അല്ലേ, ചാരിറ്റി ചെയ്യാൻ മൈൻഡുള്ളവർ. അപ്പോൾ ഇതുപോലെയൊക്കെ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്ത് അതിൽ നിന്നായിരിക്കും ഇവരുടെ സന്തോഷമൊക്കെ, അല്ലേ, ആ ഒരു കാര്യത്തിലൂടെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ക്ലബ് ആക്ടിവിറ്റീസ് ഏർപ്പെട്ട് എല്ലാ കാര്യത്തിലും ഇൻവോൾവ്ഡ് ആവുന്ന എക്സ്ട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടർ ഉള്ളവർ. ഇവരുടെയൊക്കെ ഇൻ്റലിജൻസ് എന്താണ് മനസ്സിലാക്കുക. ഇവരുടെയൊക്കെ ഇൻ്റലിജൻസ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. ആദ്യം പറഞ്ഞ പോലെ സഹജീവികളോട് അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവാണ് ഇൻ്റലിജൻസ് ആണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇവിടെ വരുന്ന ഇൻ്റലിജൻസ് ഏതാണ്? ഇൻ്റർപേഴ്സണൽ ആണ്. ഓക്കെ ആണല്ലോ, ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. IQ is the ability to transform the environment by using the knowledge. IQ is the ability in transform the environment by using the knowledge. EQ is dash. Ability of the individual to change the environment, ability of the individual to adapt with the environment, attempt of the individual to keep away from the environment, inability of the individual to adapt with the environment. ഇത്രയും ചോദ്യങ്ങളാണ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? IQ എന്ന് പറയുന്നത്, അല്ലെ, IQ എന്ന് പറയുന്നത് ഇന്റലിജൻസ് കോഷ്യന്റിനെ നമ്മൾ ചുരുക്കി വിളിച്ചതാണ്, അല്ലേ, ചുരുക്കി വിളിച്ചതാണ് എന്ത്? IQ എന്ന്. എന്നാൽ EQ എന്താണ്? EQ എന്താണ്? ഇമോഷണൽ കോഷ്യന്റ് ആണ്, അല്ലേ, ഇമോഷണൽ കോഷ്യന്റ് ആണ് EQ. അപ്പോൾ മനസ്സിലായല്ലോ, IQ എന്ന് പറയുന്നത് ഇന്റലിജൻസ് കോഷ്യന്റും EQ എന്നത് ഇമോഷണൽ കോഷ്യന്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് IQ കണക്കാക്കുന്നത്? എങ്ങനെയാണ് IQ കണക്കാക്കുന്നത്? ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ, അല്ലേ, മെൻ്റൽ ഏജിനെയും ക്രോണോളജിക്കൽ ഏജിനെയും ഡിവൈഡ് ചെയ്തതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് IQ എത്രയാണെന്ന് നമുക്ക് കിട്ടുന്നത്, അല്ലേ. അതൊക്കെ പൊക്കോട്ടെ. ഈ IQ എന്നുള്ള കൺസെപ്റ്റ് ആൽഫ്രഡ് ബീനെയാണ്. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആൽഫ്രഡ് ബീനെയാണ്. ഓക്കെ, ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യാനായിട്ട്, എൻവയോൺമെൻറ്റിൻ്റെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം, നോളജ് യൂസ് ചെയ്തതിന് ശേഷം, നമ്മളിലുള്ള അറിവ് യൂസ് ചെയ്ത് ആ എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ്, മാറ്റം വരുത്താനുള്ള, പരിവർത്തനം ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് IQ എന്ന് വിളിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആൽഫ്രഡ് ബീനെയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡിവിജ്വലിനെ EQ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇമോഷണൽ കോഷ്യൻ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. EQ എന്ന് പറയുന്നത് എന്താണ്? ഇതിലേതാണ് ഓപ്ഷനിൽ ഏതായിരിക്കും വരിക? ഒരു ഇൻഡിവിജ്വലിന് എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവാണോ? അതുപോലെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റഡ് ആയിട്ട് ആ എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവാണോ? അതുപോലെ എൻവയോൺമെൻറ്റുമായിട്ട് ദൂരെ മാറി നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടു കീപ്പ് അവേ ഫ്രം ദി എൻവയോൺമെൻറ്റ്, അതിനെയാണോ EQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഇമോഷണലി എന്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് EQ എന്നുള്ളൊരു കൺസെപ്റ്റ്? ഇനബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദി എൻവയോൺമെൻ്റ് ആണോ? എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെടാനാവാത്ത സിറ്റുവേഷൻ ആണോ EQ യൂസ് ചെയ്യപ്പെടുന്നത്? അല്ലല്ലോ. ഇതിലേതാണ് ആൻസർ? എപ്പോഴും എന്താണ് ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത്? ഇമോഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇമോഷൻ എന്ന് പറയുന്നത് അതിന് ഒരു തലമുണ്ട് അല്ലേ? ഇപ്പോൾ IQ കൂടുതലുള്ള കുട്ടികളുണ്ട്, കുറവുള്ള കുട്ടികളുണ്ട്. അതുപോലെ EQ കുറവുള്ളവരും കൂടുതലുള്ളവരുണ്ട്. അപ്പോൾ കൂടുതലുള്ളവർക്ക് എങ്ങനെയായിരിക്കും ഏറ്റവും കൂടുതൽ സൊസൈറ്റിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയോ അഡാപ്റ്റഡ് ആയിട്ട് ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ അവർക്ക് പോകാനായിട്ട് കഴിയുന്നവരുണ്ട് അല്ലേ? എന്നാൽ ആ പൊരുത്തപ്പെടാൻ പറ്റാത്തവർ ഇമോഷണൽ കോഷ്യൻ്റ് കുറഞ്ഞവരാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ എന്താണ്? എബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദി എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ EQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ EQ ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ. ഡാനിയൽ ഗോൾമാൻ എന്ത് EQ എന്നുള്ള ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡാനിയൽ ഗോൾമാൻ്റെയാണ്. IQ ബിനെയാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ എബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദി എൻവയോൺമെൻറ്റ്, ഇതാണ് എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം. ഡ്യൂറിങ് ഡിക്റ്റേഷൻ രാജേഷ് omits certain words and letters. He is not able to maintain the gap between letters and lines. Which learning disability does the child experience? Dysgraphia, dyslexia, dyscalculia, dyspraxia. ഇപ്പോൾ ഡിക്റ്റേഷൻ്റെ ടൈമിൽ രാജേഷിന് ചില വാക്കുകളൊന്നും എഴുതുന്നില്ല അല്ലേ? കുറേ ലെറ്റേഴ്സും വേർഡ്സും ഒന്നും എഴുതുന്നില്ല. എന്താണ്? ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഓരോ ലെറ്റേഴ്സും ലൈനും തമ്മിൽ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഓർഡറിൽ എഴുതാനായിട്ട് രാജേഷിന് കഴിയുന്നില്ല. ഈ രാജേഷിന് ഏത് ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഈ ചൈൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഡിസ്ഗ്രാഫിയാണോ, ഡിസ്ലെക്സിയാണോ, ഡിസ്കാൽക്കുലിയാണോ, ഡിസ്പ്രാക്സിയാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഈ കുട്ടി നേരിടുന്ന വെല്ലുവിളി എന്തായിരിക്കും? ഏത് ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കും നേരിടുന്നത്? ഡിസ്ഗ്രാഫിയയാണ് രാജേഷ് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഡിസ്ലെക്സിയ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് ഡിസ്ലെക്സിയ? ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് എപ്പോഴും അല്ലേ, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഇത് റീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അത് ചിലപ്പോഴൊക്കെ റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എപ്പോഴാണ്? ആ റൈറ്റ് ചെയ്ത കാര്യം അല്ലേ, നമ്മൾ ഒരു എഴുതിയ കാര്യമാണല്ലോ നമ്മൾ വായിക്കേണ്ടി വരിക. അപ്പോൾ ആ എഴുതിയ കാര്യം നമുക്ക് മുന്നിലേക്ക് അത് വേർഡുകളായിട്ട് അത് കറക്റ്റാക്കി അതൊന്ന് വായിച്ചെടുക്കാനുള്ള ആ വേർഡുകൾ തമ്മിലുള്ള അതിൻ്റെ ആ ഒരു ഇത്, അപ്പോൾ എന്താ കുട്ടിക്ക് വായിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെയാണ് ഡിസ്ലെക്സിയ വരുന്നത്. ഓക്കെ, ഡിസ്ലെക്സിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ റീഡിങ്ങിലുള്ള ഒരു ഡിസബിലിറ്റി ആണ്. ശരിക്കും മെയിനായിട്ട് വരുന്നത് റീഡിങ്ങിലുള്ളതാണ്. ഇത് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എങ്ങനെയാണ്, ചിലപ്പോൾ ഇത് ലെറ്റേഴ്സ് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ലെറ്റേഴ്സും വേർഡ്സും എഴുതി വെച്ചതാണല്ലോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. പലപ്പോഴും പ്രിൻറ്റ് ചെയ്തതും എഴുതി വെച്ചതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കണ്ട ചോദ്യം നന്നായി വായിച്ചു നോക്കണം. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഇതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ദാറ്റ് അഫക്റ്റ് എയ്തർ റീഡിങ് ഓർ റൈറ്റിംഗ്. റീഡിങ്ങിനെയോ റൈറ്റിങ്ങിനെയോ ബാധിക്കുന്നുണ്ട് ഇത്. എങ്ങനെയാണ് ഈ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്? റീഡിങ്ങിലുള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡൻറ്റിഫൈയിങ് സ്പീച്ച് സൗണ്ട്സ്. ചിലപ്പോൾ സ്പീച്ച് സൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എങ്ങനെയാണ് ലെറ്റേഴ്സിന് റിലേറ്റ് ചെയ്യുക എന്നറിയാൻ കഴിയില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ നേരിടും. എങ്ങനെയാണ് ഹൗ ദി റിലേറ്റ് ടു ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്? ഒരു ലെറ്റർ ഇന്ന വേർഡുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യും, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യും, ഇതൊന്നും ആ കുട്ടിക്ക് അതിനൊക്കെയുള്ള ഡിസബിലിറ്റിയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റീഡിങ് ഡിസബിലിറ്റി ആണ് എന്ന് പലപ്പോഴും പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ നമുക്ക് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാനായിട്ട് കഴിയും. ഒരു സ്പെല്ലിങ്ങിൽ അതുപോലെ ലെറ്റേഴ്സ് വേർഡ്സ് ഇതൊക്കെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അത് റീഡിംഗ് ആയിട്ടും റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ എബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ലെക്സിയ ഈസ് എ ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് അഫക്ട്സ് എയ്തർ റീഡിംഗ് ഓർ റൈറ്റിംഗ്. റീഡിംഗ് ഡിസബിലിറ്റി എന്ന് തന്നെ പഠിച്ചു വെച്ചോളൂ. ഇനി ചോദ്യത്തിൽ എങ്ങാനും ഇങ്ങനെ ഒരു ടെസ്റ്റ് കണ്ടാൽ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഈ ഡിഫിക്കൽട്ടി വരുന്നത് എങ്ങനെയാണ്? റീഡിങ്ങിലാണ് ഈ ഡിഫിക്കൽട്ടി വരുന്നത്. എപ്പോഴും സ്പീച്ച് സൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും
അതുപോലെ ലേണിംഗ് അല്ലെ സൗണ്ട് ആൻഡ് ലേണിംഗ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ലെറ്റേഴ്സും വേർഡ്സും തമ്മിലുള്ള ആ ഒരു ഇതിനെ റിലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിൽ മെയിനായിട്ട് കുട്ടി നേരിടുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, റീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതാണ് കുട്ടിക്ക് മെയിനായിട്ട് നേരിടുന്നത്. ഓക്കെ ആണല്ലോ ഡിസ്ലെക്സിയ. അടുത്തതാണ് ഡിസ്ഗ്രാഫിയ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില വേർഡുകൾ രാജേഷ് ഒമിറ്റ് ചെയ്തു, ചോദ്യത്തിലുണ്ടായിരുന്നു അല്ലേ. ചില വേർഡുകൾ വേണ്ട സ്പേസുകൾ വിടാൻ കഴിയുന്നില്ല. കുട്ടി എഴുതുന്നതിലാണ് അവിടെ എന്ത് വരുന്നത്, എഴുതുന്നതിലാണ് അവിടെ പ്രശ്നങ്ങൾ നേരിടുന്നത്. ട്രബിൾ റൈറ്റിംഗ് വരും. എഴുതുമ്പോൾ എന്ത് വരും, ട്രബിൾ, പ്രശ്നം നേരിടും കുട്ടിക്ക്. ടൈപ്പിങ്ങിലും പ്രശ്നം നേരിടും. അതുപോലെ റിട്ടൺ വർക്ക് ഓർഗനൈസ് ചെയ്യുന്നതിൽ റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ കുട്ടിക്കെല്ലാം പ്രോബ്ലം നേരിടുകയാണ്. അവിടെ ട്രബിൾ റൈറ്റിംഗ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ഇസ് എ ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ് എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് എ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ റൈറ്റിംഗ്. ഓക്കെ, മെയിനായിട്ട് അങ്ങനെ നമുക്കത് ആൻസർ ചെയ്യാം. റൈറ്റിംഗ് മാത്രമല്ല ടൈപ്പിങ്ങിലും റിട്ടൺ വർക്ക് ഓർഗനൈസ് ചെയ്യുന്നതിലുമുള്ള ഡിഫിക്കൽട്ടിയെയും നമുക്ക് ഡിസ്ഗ്രാഫിയ എന്നാണ് വിളിക്കാറ്. ഇനി ഡിസ്കാൽക്കുലിയ, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടിനെയാവും നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് വിളിക്കുന്നത് അല്ലേ. സ്ട്രഗിൾസ് വിത്ത് മാത്ത് കൺസെപ്റ്റുകൾ ആയിട്ടുള്ള സ്ട്രഗിള്, നമ്പേഴ്സുമായിട്ടുള്ള സ്ട്രഗിള്, അതുപോലെ പ്രോബ്ലം സോൾവിങ് ഇതുമൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പ്രോബ്ലം സോൾവിങ്ങിനായിരിക്കാം ഒരു കുട്ടിക്ക് പറ്റാത്തത്. നമ്പേഴ്സ് മാത്ത് കൺസെപ്റ്റൊക്കെ വരുമ്പോൾ അല്ലേ ഒരു പ്രത്യേകതര അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ്. എപ്പോഴും ഡിഫിക്കൽട്ടി നേരിടുന്നത്, സ്ട്രഗിൾ നേരിടുന്നത് മാത്ത് കൺസെപ്റ്റുകളുമായിട്ടാണ്. അതുപോലെ നമ്പേഴ്സും പ്രോബ്ലം സോൾവിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടി നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്. ഇനിയാണ് അടുത്തതായിട്ടുള്ള ഒരു പോയിന്റാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, APD എന്ന് നമുക്ക് തന്നെ വിളിക്കാം. ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓഡിറ്ററി എന്ന് പറയുമ്പോൾ എപ്പോഴും ഓഡിബിൾ ആണ്, എപ്പോഴും ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. എപ്പോഴും നമുക്ക് എന്തായിരിക്കാം, ഇത് ഡിഫിക്കൽട്ടി ഇൻ പ്രോസസ്സിംഗ് സൗണ്ടുകളാണല്ലോ നമ്മളെപ്പോഴും കേൾക്കുന്നത്, ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടുകൾ അല്ലേ. അപ്പോൾ സൗണ്ട്സിൻ്റെ ഡിഫിക്കൽട്ടി ലീഡിങ് ടു ചലഞ്ചസ് വിത്ത് ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്പോക്കൺ ലാംഗ്വേജ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് പറയുന്ന ഭാഷ മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ട്, ഭാഷ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, ലിസൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അറ്റൻഷൻ കിട്ടില്ല. ഓക്കെ, ലിസൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഈ സൗണ്ട്സ് പ്രോസസ്സ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി, ഇത്തരം കാര്യങ്ങളാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ് എല്ലാം. ഓക്കെ, ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു APD എന്ന് പറയുന്ന ഒരു ഡിസോർഡറാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിഫിക്കൽട്ടി ഇൻ പ്രോസസ്സിംഗ് സൗണ്ട്സ് പ്രോസസ്സ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടിയാണ് കുട്ടി ഇവിടെ നേരിടുന്നത്. അതുപോലെ ലിസണിങ്ങിലും അണ്ടർസ്റ്റാൻഡിങ് സ്പോക്കൺ ലാംഗ്വേജിലും ഒക്കെ നേരിടുന്ന ബുദ്ധിമുട്ടുകളാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ APD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ADHD കുട്ടികൾ അല്ലെ. ADHD എന്താണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. ട്രബിൾ ഫോക്കസിങ്ങുമാണ്. അതുപോലെ പേയിങ് അറ്റൻഷൻ ആൻഡ് കൺട്രോളിങ് ഇമ്പൾസസ്. എന്തിലൊക്കെയാണ് കുട്ടിക്ക് ഇത് നേരിടുന്നത്, ട്രബിൾ നേരിടുന്നത്? ഫോക്കസിങ്ങിലും അതുപോലെ അറ്റൻഷൻ കൊടുക്കാനും ഒരു കാര്യം കറക്റ്റ് ഫോക്കസ് ചെയ്യാനും അത് അറ്റൻറ്റീവായിട്ട് ഇരിക്കാനും ഇമ്പൾസുകളെ കൺട്രോൾ ചെയ്യാനൊന്നും ADHD ഉള്ള കുട്ടികൾക്ക് പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ADHD ഉള്ള കുട്ടികൾക്ക് എന്താണ്, ഫോക്കസിങ് കുറവായിരിക്കും, അറ്റൻഷൻ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, പേയിങ് അറ്റൻഷനിലുള്ള ട്രബിള്, അതുപോലെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ട്രബിളൊക്കെ നേരിടും ഈ ഒരു ADHD ഉള്ള വിഭാഗക്കാർ. ഓക്കെ, അപ്പം നമ്മളിതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡിസ്ഗ്രാഫിയാണ്. ഇത്തരം ലേണിംഗ് ഡിസബിലിറ്റീസ് കൂടാതെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടിയുണ്ട്, ഡിസ്പ്രാക്സിയ. എന്താണ് ഡിസ്പ്രാക്സിയ എന്താണ്? ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെന്ന് പഠിച്ചു വയ്ക്കുക. ഇതൊരു ഡെഫിഷ്യൻസി ആയിട്ടല്ല പറയുന്നത്, ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ദാറ്റ് അഫക്ട്സ് മോട്ടോർ സ്കിൽസ്. ഈ ഒരു ഡിസ്പ്രാക്സിയ ഉള്ള കുട്ടികൾ എന്താണ്, മോട്ടോർ സ്കില്ലുകൾ അല്ലേ. നമ്മൾ ആദ്യം കൈനസ്തെറ്റിക് ആൻഡ് ബോഡിലി ആൻഡ് കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞ പോലെ കൈയും കാലുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ചലനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മോട്ടോർ സ്കിൽസ്, അതിലുള്ള ബുദ്ധിമുട്ടുകളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഈ ഡിസ്പ്രാക്സിയ എന്ന ന്യൂറോളജിക്കൽ ഡിസോർഡർ അഫക്റ്റ് ചെയ്യുന്നത്. ഇത് കോർഡിനേഷനെ ബാധിക്കുന്നുണ്ട്, ഹാൻഡ് ആൻഡ് ലെഗ് കോർഡിനേഷനെയൊക്കെ, അതുപോലെ മൂവ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ടിപ്പിക്കലി ക്ലാസിഫൈഡ് ആസ് എ
ലേണിംഗ് ഡിസബിലിറ്റി. ഓക്കെ, ബട്ട് റാദർ ആസ് എ ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ ആയിട്ട് DCD എന്നുള്ള കാറ്റഗറി. ഓക്കെ, DCD എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഡിസ്പ്രാക്സിയനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. DCD എന്താണ്? DCD ഫുൾ ഫോം പറയൂ. ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ. ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ എന്നാണ് DCD എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. ഇതൊരു ലേണിംഗ് എബിലിറ്റിയുടെ കാറ്റഗറിയിലല്ല പെടുത്തുന്നത്. ഏത്? ഡിസ്പ്രാക്സിയ. ഓക്കെ, ഇവർക്ക് എന്തിലായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്? എന്തിനെയായിരിക്കും? മോട്ടോർ എബിലിറ്റീസിനെ മോട്ടോർ സ്കിൽസിനെ എഫക്റ്റ് ചെയ്യുന്നു, കോർഡിനേഷനെ എഫക്റ്റ് ചെയ്യുന്നു, മൂവ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം നമുക്ക്. ഡെവലപ്മെന്റ് ഇൻ എ പേഴ്സൺ ടേക്ക് പ്ലേസ് ഇൻ ദി ഫോളോയിങ് സീക്വൻസ്. ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയിലെ വികാസം എന്ന് പറയുന്നത് ഈ ഒരു സീക്വൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. സെൻസേഷൻ, പെർസെപ്ഷൻ, കൺസെപ്ച്വലൈസേഷൻ, പ്രോബ്ലം സോൾവിങ്. ഏതൊക്കെയാ? സെൻസേഷൻ, പെർസെപ്ഷൻ, കൺസെപ്ച്വലൈസേഷൻ, പ്രോബ്ലം സോൾവിങ്. ഈ ഒരു സീക്വൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസിൽ വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് കുറച്ച് ഒരു ഏരിയയാണ്. അത് വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് ഡെവലപ്മെന്റ് ഈസ് ഓർഡർലി എന്ന് നമ്മൾ പഠിക്കും. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്, ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ. അല്ലേ? പ്രഡിക്റ്റബിൾ ആണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഡെവലപ്മെന്റ് ഹാസ് സർട്ടൻ ക്രിട്ടിക്കൽ പീരീഡ്സ്. അല്ലേ? ഒരുപാട് പീരീഡുകളിലൂടെയാണ് ഈ ഡെവലപ്മെന്റ് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ചില ക്രിട്ടിക്കൽ പീരീഡ്സ് ഡെവലപ്മെന്റിന് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നേരിടുന്ന കുറച്ച് ഈ കുട്ടികൾക്കൊക്കെ ഐഡന്റിറ്റി ക്രൈസിസ് ഒക്കെ നേരിടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ ക്രിട്ടിക്കൽ പീരീഡ്സിലൂടെ കടന്നു പോകുന്നതാണ് ഡെവലപ്മെന്റ്. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദി ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ് എന്നതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. നമുക്കൊന്നുകൂടെ നോക്കാം. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഇത് ക്യുമുലേറ്റീവ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു സഞ്ചിത പ്രക്രിയയാണ് എന്നൊക്കെ പറയാം. ഓക്കെ, കേട്ടിട്ടുണ്ടോ സഞ്ചിത പ്രക്രിയ എന്ന്? മലയാളത്തിലൊക്കെ അങ്ങനെയാണ് പറയുന്നതിന് കേട്ടോ. നമ്മൾ മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു. ഇവിടെ ഓർഡർലി പോകുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് ഒരു സഞ്ചിത പ്രക്രിയയാണ്, അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് പ്രോസസ് ആണ്. ഇവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്? ആഡ് ഓൺ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ഇതൊരു കേക്ക് കേട്ടോ, ഷേപ്പ് മാറിപ്പോയി കേക്കിൻ്റെ. ഇതൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് കേട്ടോ. ഇത് റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ്. ഭയങ്കര ഭംഗിയായി പോയി വരച്ചത്. റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ ഇവിടെ ആദ്യം നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കി. കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ? അപ്പോൾ കേക്ക് നമ്മളിങ്ങനെ ഉണ്ടാക്കി. ആദ്യം ഒരു സ്പഞ്ച് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? കേക്കിൽ എന്ത് ചെയ്തു? ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കണതിന് നമുക്ക് കുറേ പ്രോസസ്സുകൾ വേറെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ക്രീം അപ്ലൈ ചെയ്തു, ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ലെയർ സ്പഞ്ച് വെച്ചു, വീണ്ടും ക്രീം അപ്ലൈ ചെയ്തു. ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്തു, വീണ്ടും സ്പഞ്ച് വെച്ചു. അങ്ങനെ ആഡ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്ക്, ഒരു ബർത്ത്ഡേ കേക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അല്ലേ? എന്ത് ചെയ്യുകയാണ്? ഓരോ ലെയറിലേക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ ലെയറായിട്ട് ചെയ്തിട്ടുള്ള കേക്കുകളൊക്കെ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സ് പോലെയാണ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ അപ്പം കേക്കിനെ ഓർക്കുക കേട്ടോ. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രോസസ്സാണ്. അതിങ്ങനെ വർദ്ധിച്ച് ആഡ് ഓൺ ആയിട്ട് ആഡ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് പ്രോസസ്സ്. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. സെൻസേഷൻ ഉണ്ട്, അതിനുശേഷം പെർസെപ്ഷൻ, അതിനുശേഷം കൺസെപ്ച്വലൈസേഷൻ, അതിനുശേഷമാണ് പ്രോബ്ലം സോൾവിങ് നടക്കുന്നത്. ഈ ലെയേഴ്സ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രോബ്ലം സോൾവിങ് നടക്കുന്നത് കേട്ടോ. അതിനുശേഷമല്ലേ കേക്ക് കട്ട് ചെയ്യുന്നത് ഒക്കെ മനസ്സിലാക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ബാക്കി ഇത് അത്യാവശ്യം കുറച്ച് കൂടുതലുള്ളൊരു ഏരിയയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്താലൊന്നും കഴിയില്ല.
അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഈസ് ക്യുമുലേറ്റീവ് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ വായിച്ചു നോക്കാം. പെർഫോംസ് ഓൾ മെൻ്റൽ procession orderly and systematically, intentionally solves emotional disturbances and frustrations. These statements denote which type of personality? ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് ആ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ ഒരു സാറിനെ ഓർക്കുക, നസീം സാറിനെ ഓർക്കുക. ആ പേഴ്സണാലിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മെൻ്റൽ പ്രോസഷനും ഓർഡർലി കറക്റ്റ് ചെയ്യുന്ന ആളാണ് നസീം സാർ എന്ന് ഓർക്കുക. ഓക്കെ, സിസ്റ്റമാറ്റിക്കലി ആണ് കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുക? സിസ്റ്റമാറ്റിക്കലി ആ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ നസീം സാർ. ഇനി വളരെ ഇൻറ്റൻഷനലി ആയിട്ട് എല്ലാ പ്രോബ്ലം ഇൻറ്റൻഷനലി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇമോഷണൽ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വന്നാൽ അത് വളരെ ഇൻറ്റൻഷനലി തന്നെ സോൾവ് ചെയ്യാനായിട്ടും സാറിന് കഴിയുന്നുണ്ട്. ഓക്കെ, ഫ്രസ്ട്രേഷൻസിനെയും ഇൻറ്റൻഷനലി എന്ത് ഫ്രസ്ട്രേഷൻ ലൈഫിൽ വന്നോട്ടെ അതിനെല്ലാം ഇൻറ്റൻഷനലി സോൾവ് ചെയ്യാനായിട്ട് സാറിന് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് കഴിയുന്നത്? ദീസ് സ്റ്റേറ്റ്മെൻറ്റ് ഡിനോട്ട് വിച്ച് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ഇങ്ങനെ പേഴ്സണാലിറ്റി ഉള്ളവർ അവർക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ലെവൽ കൂടുതലായിരിക്കും. അവർക്ക് ലൈഫിൽ ഓരോ സിറ്റുവേഷൻസിനെ അതിജീവിക്കാനായിട്ട് പ്രത്യേക ഒരു സ്കില്ലായിരിക്കും. അവർ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. അവരെന്താണ് എപ്പോഴും അവർ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉള്ളവരെ ഏത് കാറ്റഗറി പെടുത്താൻ പറ്റും? സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവരാണോ? കൾച്ചറൽ പേഴ്സണാലിറ്റി ഉള്ളവരാണോ? ഇമോഷണൽ പേഴ്സണാലിറ്റി ഉള്ളവരാണോ? മെച്യൂർ പേഴ്സണാലിറ്റി ഉള്ളവരാണോ എന്നാണ് ചോദ്യം. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തേ. ഉറപ്പായിട്ടും ഒരു മെച്യൂർ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിക്കാണ് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഡീൽ ചെയ്യാനായിട്ട് കഴിയുക. മെച്യൂർ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും അല്ലേ നമ്മളുടെ ഓരോരുത്തരിലുള്ള അനുഭവങ്ങളിലൂടെയും നമ്മളുടെ പഠനങ്ങളിലൂടെയും നമ്മൾ നേടിയെടുത്തതാണ് മെച്യൂർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ മെച്യൂർ പേഴ്സണാലിറ്റിക്കും വളരെ ഇൻറ്റൻഷനലി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കലി ആയിട്ട് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും ഇൻറ്റൻഷനലി ഇമോഷണൽ ഡിസ്റ്റർബൻസുകളെയും ഫ്രസ്ട്രേഷൻസിനെയും സോൾവ് ചെയ്യാനും അതുപോലെ എല്ലാം ചെയ്യാനായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫിനെ നേരിടാനും ഒക്കെ കഴിയുമെന്നാണ് പറയുന്നത്. ഏത് പേഴ്സണാലിറ്റി ആർജിച്ചവർക്ക്? ഒരു മെച്യൂർ പേഴ്സണാലിറ്റി ആർജിച്ചെടുത്തവർക്ക്. ഓക്കെ, അപ്പോൾ മെച്യൂർ പേഴ്സണാലിറ്റിയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏതാനും ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിലെ ഇത്രയും ഭാഗങ്ങൾ കുറച്ച് കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കുറച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഏരിയയിൽ നിന്നുള്ള അത്യാവശ്യം വരാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നെല്ലാം ചോദ്യങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് പഠിക്കുക. പരീക്ഷയിലാണ് നിങ്ങളുടെ ഇഷ്ടം കാണിക്കേണ്ടത്. ഓക്കെ, താങ്ക്